ഹായ് ഗൈസ്, ഞാൻ നേരത്തെ ക്രൊയേഷ്യ വർക്ക് പെർമിറ്റിൻ്റെ ഡിലേനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയാണ്. നമ്മുടെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ട്. ഡിലേ എന്ന് പറഞ്ഞാൽ നേരത്തെ 2 മാസം കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന പെർമിറ്റുകൾ ഇപ്പോൾ 4 to 6 മാസം വരെ എടുക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഒരുപാട് ഫേക്ക് പെർമിറ്റ് ഇടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം 2024 തന്നെ 60,000 വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തതിൽ 20,000 വർക്ക് പെർമിറ്റ് മാത്രമാണ് ജെന്യൂൻ ഉണ്ടായിരുന്നത്, അവർക്ക് വിസ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ഈ തവണ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു പേപ്പർ കിട്ടി അത് അരിച്ച് പെറുക്കിയിട്ടാണ് ഇവർ ഒരു പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ പേപ്പേഴ്സിൻ്റെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ കാര്യങ്ങളുണ്ടോ, ഏത് ഏജൻസിയാണ്, പക്ക ഏജൻസിയാണോ, എന്തെങ്കിലും ആ ഏജൻസിക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ, എംപ്ലോയർ എങ്ങനെയുണ്ട്, ആ എംപ്ലോയർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എല്ലാം ഇവർ നോക്കിയിട്ടാണ് ഒരു പെർമിറ്റ് അല്ലെങ്കിൽ ഒരു വിസ ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇവർ പരിശോധിക്കൊണ്ട് തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഓഫ് അഫയേഴ്സിൻ്റെ ഒരു പോലീസ് പരിധി വരുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തരും നല്ല ടൈം എടുക്കുന്നുണ്ട്. ഒരു പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഒരു 4 മാസം എന്തായാലും ടൈം എടുക്കും. ഇതിലേറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശികൾ ഇമാർ ഇവിടെ വന്ന് റൂൾസ് നോക്കാറില്ല, അത് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫേക്ക് പെർമിറ്റുകളും വിഷയമാകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ബംഗ്ലാദേശിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഒരു ഇടയിൽ ഒരുപാട് കേൾക്കുന്നുണ്ട്. സോ അത് തന്നെ ഒരു മെയിൻ പ്രശ്നമാണ്. അത് ഇന്ത്യൻസ് അല്ലെങ്കിൽ നേപ്പാൾസിനെ ബാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഒരു 10 എണ്ണം ഇറക്കിയാൽ അതിലൊരു 5 എണ്ണമാണ് ഇപ്പോൾ വിസ അടിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും റിജക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. സോ നല്ലൊരു ഏജൻറ്റിനെ സമീപിക്കുക, നല്ലൊരു എംപ്ലോയറെ സമീപിക്കുക എന്നൊക്കെ വേണം പറയാം. എന്തിനും ഇവിടുത്തെ ക്രൊയേഷ്യ നിലവിലുള്ളവർക്ക് തന്നെ ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ റിന്യൂ ചെയ്ത് കൊടുക്കാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം പക്കയാണ്, നമ്മുടെ ആളും പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ട് വിസ കിട്ടും, പെർമിറ്റും കിട്ടും. പക്ഷേ ടൈം എടുക്കും, ക്ഷമ വേണം, സമയം എടുക്കും.